പ്രതിസന്ധികളിലൂടെ കടന്നുപോയ കരുത്തുറ്റ വനിത അതാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു. സ്ത്രീകൾ പുരുഷന്മാരെ അപേക്ഷിച്ച് പ്രതിസന്ധികളിൽ പൊതുവെ തളർന്നു പോകാറുണ്ട് എന്നാണ് സമൂഹത്തിലെ ധാരണ. എന്നാൽ അങ്ങനെയല്ല. മനസ്സിന് ധൈര്യമുണ്ടെങ്കിൽ സ്ത്രീയായാലും പുരുഷനായാലും തളരാതെ പലതും നേടാൻ സാധിക്കും. അതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഭർത്താവും 2 ആൺമക്കളും നഷ്ടമായിട്ടും തളരാതെ കരുത്തോടെ പിടിച്ചു നിന്ന ദ്രൗപദി മുർമു സ്ത്രീകൾക്ക് ഒരു മികച്ച മാതൃക തന്നെയാണ്. ആ സാഹചര്യങ്ങളിൽ രാഷ്ട്രപതിക്ക് കരുത്തായത് ഭക്തി. 2009-നും 2015-നും ഇടയിൽ ഭർത്താവ്, 2 ആൺമക്കൾ, അമ്മ, ഒരു സഹോദരൻ എന്നിവരെ തുടർച്ചയായി നഷ്ടപ്പെട്ട കുടുംബ മരണങ്ങളുടെ ഒരു പരമ്പരയാണ് ദ്രൗപദി മുർമു നേരിട്ടത്. ഇപ്പോൾ ആ കുടുംബത്തിൽ ദ്രൗപദി മുർമുവും മകൾ ഇത്തിശ്രീയും മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ. ഈ ദുരന്തങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ അഗാധ ദുഃഖത്തിലേക്കും വിഷാദത്തിലേക്കും തള്ളിവിട്ടു. പക്ഷേ അവർ ഹിന്ദുമത വിശ്വാസത്തിൽ ശക്തി പ്രാപിച്ചു. പ്രത്യേകിച്ച് ബ്രഹ്മകുമാരീസ് ആത്മീയ പ്രസ്ഥാനവുമായുള്ള ബന്ധത്തിലൂടെ അവിടെ അവർ രാജയോഗ ധ്യാനം പരിശീലിച്ചു. ഡോക്ടർ BR അംബേദ്കർക്ക് ശേഷം അധസ്ഥിത വിഭാഗത്തിൽ നിന്നും ഇത്ര അത്യുന്നതിയിൽ ആരും എത്തിയിട്ടില്ല. ദ്രൗപദി മുർമുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട നേതാക്കളും ഗോഡ് ഫാദർമാരും അടൽ ബിഹാരി വാജ്പേയിയും നരേന്ദ്രമോദിയുമാണ്. ഭരണപാടവവും ജനകീയതയും മുഖമുദ്രയായിട്ടുള്ള ദ്രൗപദി മുർമുവിന്റെ ജീവിതം വ്യക്തിപരമായ ദുരന്തങ്ങളാലും അടയാളപ്പെടുത്തുന്നതാണ്.